ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. എങ്ങനെ നമുക്ക് ക്രിസ്പി ആയിട്ട് ചക്ക വറുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചക്കയുടെ ചകിണിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ചക്കച്ചുളയുടെ രണ്ട് ഭാഗവും കട്ടിയുള്ള ഭാഗമാണ്, അതുകൊണ്ട് രണ്ട് സൈഡ് ഇതുപോലെ മുറിച്ച് മാറ്റാം. ചക്ക വറുക്കാനായിട്ട് ഒത്തിരി വിളഞ്ഞു പോയ ചക്കയല്ല, ഒരു മീഡിയം പരുവത്തിലുള്ള ചക്ക എടുക്കുക. ചക്ക ഇതുപോലെ നീളത്തിലരിഞ്ഞ് മാറ്റി വയ്ക്കാം. നമുക്ക് വറുക്കാൻ വേണ്ടിയുള്ള ചക്കയെല്ലാം ഇതുപോലെ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ 1/4 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചക്ക വറുത്തെടുക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വറുക്കുവാനുള്ള ചക്ക കുറച്ചിട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന മഞ്ഞൾ ഉപ്പും കൂടെ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചക്കയിലെ എല്ലാ ചുളകളും ഒരേ കനമുള്ളതായിരിക്കത്തില്ല, അതുകൊണ്ട് ചിലത് പെട്ടെന്ന് മൂക്കുകയും മറ്റത് മൂക്കാതിരിക്കുകയും ചെയ്യും. എല്ലാ വശവും ഒരുപോലെ മൂപ്പ് വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല ക്രിസ്പി ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ചക്ക ചിപ്സ് എല്ലാം ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഇതിലെല്ലാം ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ചിപ്സ് എല്ലാം ഒരു പ്രാവശ്യം കൂടി ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്തെടുത്താൽ ചക്ക ചിപ്സ് കുറേ നാൾ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.